വെക്കേഷന് പല്ലിൽ കമ്പി ഇടാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും പല്ലിൽ കമ്പി ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കമ്പി ഇടാൻ തയ്യാറെടുക്കുന്നതിന് മുന്നേ വേണ്ട മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ കമ്പി ഇടാൻ തയ്യാറെടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും കമ്പി ഇടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടും കൂടിയാണ് നമ്മളുടെ ഈ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. കമ്പി ഇടുന്നതിന് മുന്നേ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. ആദ്യം തന്നെ പല്ലിൽ കമ്പി ഇടുമ്പോൾ പലപ്പോഴും ഡോക്ടർ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. നമ്മൾ പൊതുവെ എടുപ്പിക്കാറുള്ളത് OPGയും അതുപോലെ തന്നെ ലാറ്ററൽ സെഫും ആണ്. ലാറ്ററൽ സെഫ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ സ്കള്ളിന്റെ ലാറ്ററൽ വ്യൂ ആയിട്ടുള്ള ഒരു എക്സ്റേ ആണ്. അതുപോലെ തന്നെ OPGയും എടുപ്പിക്കാറുണ്ട്. ഇത് മോണയുടെ ഉള്ളിൽ എന്തെങ്കിലും പല്ലുകൾ കുടുങ്ങിയിട്ടുണ്ടോ, പല്ലുകളുടെയൊക്കെ വേര് പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകൾ വേരിനറ്റത്തുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ OPGയിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കമ്പി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ പേഷ്യന്റിനെ കൊണ്ട് പല്ല് ക്ലീൻ ചെയ്യിപ്പിക്കാറുണ്ട്, അതുപോലെ തന്നെ പോളിഷിങ് ചെയ്യിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഒട്ടിക്കുന്ന ബ്രാക്കറ്റുകൾ നമ്മുടെ പല്ലിൽ കറക്റ്റ് ആയിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് കറക്റ്റ് ആയിട്ട് ഒട്ടിയിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എല്ലാ പല്ലിലും ഒരുപോലെ പ്രഷർ കൊടുത്ത് പല്ല് ബാക്കിലോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഒരു ബ്രാക്കറ്റ് ഇളകി പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സൂക്ഷിച്ചെടുത്ത് വെച്ച് ഡോക്ടറെ ഏൽപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ ബ്രാക്കറ്റ് നഷ്ടപ്പെട്ടു പോയി നിങ്ങൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പല്ല് മാത്രം അനങ്ങാതെ നിൽക്കുകയും ബാക്കിയുള്ള പല്ലുകൾക്ക് മൂവ്മെന്റ് സംഭവിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. പല്ല് ബ്രാക്കറ്റ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കമ്പി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഹാർഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നമുക്ക് ആ സമയത്ത് കഴിക്കാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ ചിപ്സ്, അതുപോലെ തന്നെ ചിക്കന്റെ വലിയ പീസുകളൊന്നും കടിച്ചു വലിക്കാനോ അങ്ങനൊന്നും സാധിക്കില്ല. ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് അണപ്പല്ലുകളിൽ വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിലും അതുപോലെ ഹാർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുവാണെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി, വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ചവയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാക്കിയിട്ട് മാത്രം വായിൽ വെച്ച് ചവയ്ക്കുക. അതുപോലെ തന്നെ ചിപ്സ് ഒക്കെ കഴിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ പൊടിച്ച് പൗഡർ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാവുന്നതാണ്. അല്ലാതെ വലിയ പീസുകളായിട്ട് കഴിക്കരുത്. ഇത് ബ്രേസസ് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. ഹാർഡായിട്ടുള്ള ഫുഡുകൾ അങ്ങനെ വെച്ച് കഴിക്കരുത്. ഇത് ബ്രാക്കറ്റ്സ് ഇളകി പോകാനുള്ള കാരണമാകുകയും പല്ല് മൂവ്മെന്റ് നടക്കാതിരിക്കുകയും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഒരു വർഷം പറഞ്ഞ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഒരു 1.5 വർഷം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളിലൂടെ നീണ്ടു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കറക്റ്റ് സമയത്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സഹകരണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്, അതായത് പല്ലിൽ കമ്പി ഇടുന്ന ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ നിങ്ങൾ റീസെന്റ് ഓൾറെഡി ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കാലയളവിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ഡെന്റിസ്റ്റിനോട് പറയുക. ഡോക്ടർ ചെക്ക് ചെയ്തതിന് ശേഷം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് രണ്ടാമത് ക്ലീനിങ്ങിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത്. പക്ഷേ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ പല്ല് ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂഷ്വലി ഇതുപോലെ ബ്രാക്കറ്റ്സ് ഒട്ടിക്കാറുള്ളത്. അങ്ങനെ ഒട്ടിക്കുന്നതാണ് ബ്രാക്കറ്റ്സിന് നല്ല രീതിയിൽ പല്ലുമായിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പല്ലിൽ എന്തെങ്കിലും പോടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ക്ലിയർ ചെയ്യിക്കാറുണ്ട്. അതായത് പല്ല് കമ്പി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുൾ മൗത്ത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള പോടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പല്ലിൽ റൂട്ട് കനാൽ ആവശ്യമാണെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ ഈ സമയത്ത് ചെയ്യാറുണ്ട്. ഇനി കമ്പി ഇട്ട് കഴിഞ്ഞാൽ പേഷ്യൻസിന് നല്ല ടൈറ്റ്നെസ്സും അതുപോലെ പല്ലിൽ ഭയങ്കര വേദനയും എല്ലിന്റെ ഭാഗത്ത് ജോയുടെ ഭാഗത്തൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടും. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു 1 തൊട്ട് 2 ആഴ്ചക്കുള്ളിൽ ഇത് മാറിപ്പോകാറുണ്ട്. പിന്നെ അതുപോലെ എല്ലാ മാസവും നമ്മൾ കമ്പി ടൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തും ഇതുപോലെ നമുക്ക് പല്ല് ഞെരുക്കവും പെയിനും ഒക്കെ അനുഭവപ്പെടും. ഇതും വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പെയിൻ ഉണ്ടെങ്കിൽ പല്ല് മൂവ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഇത്രയും ദിവസം ഫ്രീ ആയിട്ടിരുന്ന പല്ലുകളെ നമ്മൾ കമ്പി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു പ്രഷർ അനുഭവപ്പെടാറുണ്ട്. ഈ പ്രഷർ കാരണമാണ് നമുക്ക് ഈ പെയിനും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ പ്രഷർ ഇല്ലെങ്കിൽ ടൂത്ത് മൂവ്മെന്റ് നടക്കത്തുമില്ല. അപ്പൊ ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് സഹിക്കാവുന്ന ഒരു വേദന ഇത് വെച്ച് ഉണ്ടാവാറുള്ളൂ. നല്ല വേദന ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇത് ഗ്രാജുവലി ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു മാറാറുണ്ട്. അതുപോലെ തന്നെ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സംസാരിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ തോന്നും. കാരണം നമ്മുടെ ചീക്കിന്റെ ഉൾവശത്തൊക്കെ ഈ ഭാഗത്തൊക്കെ ബ്രേസസ് ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ചീക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു റെസ്ട്രിക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതുവരെ സംസാരിച്ചിരുന്ന ഒരു വ്യത്യസ്തത കുറച്ച് ദിവസങ്ങളിലൊക്കെ തോന്നും. പിന്നെ നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ അത് ഓക്കെ ആവാറുണ്ട്. ഇനി കമ്പി കൊണ്ട് നാക്കോ ചുണ്ടോ കവിളിന്റെ ഭാഗങ്ങളോ ഒക്കെ മുറിയുന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്.
ശരിയാണ്. പക്ഷെ ഒരുപാട് മുറിഞ്ഞ അൾസറൊക്കെ ഉണ്ടാകുന്നുണ്ട്, കമ്പി കൂർത്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഈ എക്സ്ട്രാ വയറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അതല്ല, ചില സമയത്ത് നമുക്ക് ഈ ബ്രേസസ് കൊണ്ട് തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ആ ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള വാക്സുകൾ കൊടുക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പി കൊണ്ട് അങ്ങനെ മുറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് കമ്പി ഇട്ട് കഴിയുമ്പോൾ ചില ഫുഡുകൾ കഴിക്കാൻ സാധിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് ചെറിയ ഹാർഡായിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡയറ്റോട്ട് പോവുക. ചോറൊക്കെ കഴിക്കാൻ സാധിക്കുന്നതാണ്, പക്ഷെ ചോറ് കഴിക്കുമ്പോൾ ഫിഷ് ആണെങ്കിലും കുറച്ച് ഈസി ആയിട്ട് ചവയ്ക്കാൻ പറ്റുന്ന ഫിഷുകൾ കഴിക്കുക. സ്ക്വിഡ് അഥവാ കൂന്തൽ പോലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഹാർഡ് ആയിട്ടുള്ള ഒരുപാട് ചൂവി ആയിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ഒട്ടി വലിയുന്ന എക്ലൈസ് പോലുള്ള മുട്ടായികൾ, ക്യാൻഡീസ്, അതുപോലെ ഹാർഡ് ആയിട്ടുള്ള കടിച്ചു പൊട്ടിക്കുന്ന മുട്ടായികളുണ്ടല്ലോ, അതൊക്കെ കടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക. അതുപോലെ ചിക്കൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ലെഗ് പീസ് ഒക്കെ കഴിക്കുവാണെങ്കിലും കടിച്ചു പറിച്ച് കഴിക്കാതെ ചെറിയ പീസുകളാക്കി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. അല്ലാതെ കടിച്ചു വലിക്കരുത്. അങ്ങനെ വലിക്കുമ്പോൾ ഫ്രണ്ടിലെ ബ്രേസസ് ഒക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ എല്ലൊക്കെ കടിച്ചു പൊടിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ ബ്രേസസ് ഇടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും എല്ലുകളൊന്നും കടിക്കരുത്. ഇത് ബ്രേസസ് പൊട്ടിപ്പോകാനുള്ള കാരണമാകും. നിങ്ങൾ ബ്രേസസ് പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ടൈമും കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും. ബ്രേസസ് ഒക്കെ കൂടെ കൂടെ പൊട്ടിക്കുകയാണ്, അതുപോലെ അപ്പോയിന്റ്മെന്റ്സ് കൂടെ കൂടെ മിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് വളരെയധികം വൈകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാലയളവിൽ തന്നെ ട്രീറ്റ്മെന്റ് തീരണം എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് അപ്പോയിന്റ്മെന്റുകളൊന്നും മിസ് ചെയ്യാതെ തന്നെ ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. പല്ലിലെ കമ്പി ടൈറ്റ് ചെയ്യുന്ന ദിവസം നല്ല രീതിയിൽ വേദന ഉണ്ടാവാറുണ്ട്. അതൊരു 2-3 ദിവസത്തിൽ കുറഞ്ഞ് മാറി പോവാറുണ്ട്. ടൈറ്റ് ചെയ്യാൻ പോകുന്ന ദിവസം നിങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ കഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചോറാണെങ്കിലും കുറച്ച് സാവധാനം ടൈം എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഓറൽ ഹൈജീൻ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പല്ലിൽ കമ്പി ഇടുമ്പോൾ ഓർത്തഡോണ്ടിക് ബ്രഷുകളും അതുപോലെ പ്രത്യേക തരത്തിലുള്ള മൗത്ത് വാഷുകളും ഒക്കെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പല്ലിന്റെ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓർത്തഡോണ്ടിക് ബ്രഷുകൾ, അതായത് കമ്പി ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ബ്രഷുകൾ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ബ്രഷുകൾ വാങ്ങിക്കുന്ന സമയത്ത് ബാക്കിൽ ഇതുപോലെ ചെറിയ ബ്രഷുകൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ബ്രഷുകൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷുകൾ എന്ന് പറഞ്ഞ ഒരു സെറ്റ് കിട്ടും. അപ്പൊ ആ സെറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിലും പല്ലിന്റെ ഇടവശങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഫ്ലോസിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലോസിംഗ് ചെയ്യാവുന്നതാണ്. കുറച്ചുപേർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ ഫ്ലോസിന്റെ ലിങ്ക് ഷെയർ ചെയ്യുമോ എന്നുള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്ടർ ഫ്ലോസിന്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അപ്പൊ ആവശ്യമുള്ളവർ അതിനകത്ത് കയറി വാങ്ങിക്കാവുന്നതാണ്. കറക്റ്റായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കമ്പി ഊരുന്ന സമയമാകുമ്പോഴേക്കും പല്ലിൽ ഒരുമാതിരി പല്ലെല്ലാം ഡെന്റൽ ക്യാവിറ്റീസും അതായത് പല്ലിൽ പോടും മോണരോഗങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമ്പി ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഈച്ച് മീൽ ഓരോ തവണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാ കുലുക്കി കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് പല്ലിൽ ഫുഡ് കുടുങ്ങിയിരിക്കുന്നതും ഡെന്റൽ ക്യാവിറ്റി വരുന്നതും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം. ഇനി യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.